വെൽക്കം ടു അനദർ വീഡിയോ. ആരേഗോർജ് യാത്രയുടെ മൂന്നാമത്തെയും അവസാനത്തെയും വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ആരേഗോർജ് എന്ന മനോഹരമായ പ്ലേസ് വിസിറ്റ് ചെയ്ത് നമ്മളിപ്പോൾ പോകുന്നത് റേഷൻ ബാക്ക് എന്ന് പറയുന്ന മറ്റൊരു വാട്ടർഫോൾ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളവിടെ എത്തി. ഇവിടെയാണ് റേഷൻ ബാക്ക് എന്ന് പറയുന്ന ഫോൾ ഉള്ളത്. ഇവിടെയാണ് എൻട്രൻസ് വരുന്നത്. ഇവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കമ്പൈൻഡ് ടിക്കറ്റ് നമ്മൾ ആരേഗോർജിൽ നിന്ന് തന്നെ എടുത്തിരുന്നു കേട്ടോ. ഇവിടെ നമ്മൾ കയറുന്നത് ഫ്യൂണിക്കുലർ എന്ന് പറയുന്ന ഈ ഒരു വണ്ടിയിലാണ് കേട്ടോ. ഇതിങ്ങനെ നമ്മൾ വലിച്ചുകൊണ്ട് മേലോട്ട് പോകും. ഒരു പാളത്തിലൂടെ ഇങ്ങനെ മേലോട്ട് പോകുന്നതാണ്. ലൈക്ക് ട്രെയിൻ തന്നെയാണ്, പക്ഷെ ഇങ്ങനെ ഓപ്പണാണ്. മല കയറാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻ്റാണ് ഇവിടെ. നമ്മുടെ നാട്ടിൽ പളനിയിലൊക്കെ ഇത്തരത്തിലുള്ള വണ്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുപോലൊരു സെറ്റപ്പാണ് കേട്ടോ ഇവിടെ. അപ്പോൾ അതിൽ കയറി നമ്മൾ ഇതുവഴി മാത്രമാണ് നമുക്ക് ഇതിൻ്റെ മേലോട്ട് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മളത് ഉപയോഗിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം സ്റ്റീപ്പായിട്ടുള്ള ഒരു യാത്രയാണ് കേട്ടോ. മലയുടെ മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 10-18 ആൾക്ക് ഇതിൽ യാത്ര ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഫുള്ളൊന്നുമല്ല, എന്നാലും അത്യാവശ്യം ആളുകളുണ്ട്. രണ്ട് സൈഡിലും നല്ല കാഴ്ചകളാണ് കേട്ടോ. അത്ര സ്പീഡിലൊന്നുമല്ല, എന്നാലും അത്യാവശ്യം സ്പീഡ് ഉണ്ടേനും. ഇതിൻ്റെ റൂഫ് ഇങ്ങനെയാണ് വരിക, വേറെ കവറിങ് ഒന്നുമില്ല. 1899 മുതൽ ഈ ഫ്യൂണിക്കുലർ ഈ മല കീഴടക്കാൻ വേണ്ടി ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഈ മലയുടെ മുകളിൽ എത്തിയാലാണ് നമുക്ക് റേഷൻ ബാക്ക് വാട്ടർഫോളിൻ്റെ കൃത്യമായ വ്യൂ കിട്ടുക. സോ അത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം ഹൈറ്റായി കേട്ടോ. ഇപ്പോൾ ചെറിയ പേടിയൊക്കെ തോന്നുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. നല്ല സേഫായിട്ടുള്ള ജേണി തന്നെയാണ്. ആകെ മൊത്തം ഒരു 15 മിനിറ്റ് നേരത്തെ യാത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ ടോപ്പിലോട്ട്. ഏകദേശം നമ്മൾ മുകളിലെത്തി തുടങ്ങി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എൻ്റെ. സോ അവിടെയാണ് നമ്മൾ ഇറങ്ങേണ്ടത്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാലാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ റേഷൻ ബാക്ക് എന്ന് പറയുന്ന വാട്ടർഫോള്. അങ്ങനെ നമ്മൾ ഏറ്റവും മുകളിൽ എത്തിയിട്ടോ. ഇവിടെ നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നതാണ് ഇവിടുത്തെ വ്യൂ, മെയിൻ വ്യൂ. റേഷൻ ബാക്ക് എന്ന് പറയുന്ന വാട്ടർഫോള് നല്ല ഭംഗിയുള്ളൊരു വാട്ടർഫോളാണ് കേട്ടോ. ഇവിടെ ഒരുപാട് പേരുണ്ട് മുകളിൽ. ഈ വാട്ടർഫോളിൻ്റെ യഥാർത്ഥ പ്രശസ്തിയുടെ കാരണം ദ ഫൈനൽ പ്രോബ്ലം എന്ന ഷെർലോക്ക് ഹോംസ് കഥയിൽ ഈ വെള്ളച്ചാട്ടത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഈ കഥ എഴുതിയിരിക്കുന്നത് സർ ആർതർ കോനൻ ഡോയൽ എന്ന് പറയുന്ന ബ്രിട്ടീഷ് എഴുത്തുകാരനാണ്. ഈ കഥയിൽ ഷെർലോക്ക് ഹോംസ് അദ്ദേഹത്തിൻ്റെ ശത്രുവായ പ്രൊഫസർ മോറിയാർട്ടിയുമായി ഏറ്റുമുട്ടുന്ന സ്ഥലമായി ചിത്രീകരിക്കുന്നത് ഈ റേഷൻ ബാക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ പരിസരത്താണ് കേട്ടോ. ഇതിൻ്റെ സ്മരണാർത്ഥം മെറിംഗൻ നഗരത്തിൽ ഷെർലോക്ക് ഹോംസിൻ്റെ പ്രതിമയും ഫലകവും ഉണ്ട്. അതുപോലെ തന്നെ ഷെർലോക്ക് ഹോംസിൻ്റെ ഒരു മ്യൂസിയവും മെറിംഗനിൽ കാണാം. ഈ വെള്ളച്ചാട്ടം ഇങ്ങനെ അകലിൽ നിന്ന് കാണാൻ മാത്രമേ സാധിക്കുള്ളൂ, അല്ലാതെ അതിൽ ഇറങ്ങാനോ ആ വെള്ളത്തിൽ കളിക്കാനോ ഒന്നും ഇവിടെ സാധ്യമല്ല കേട്ടോ. അത്യാവശ്യം കാണാൻ മനോഹരമായ പ്ലേസ് ആയതുകൊണ്ട് തന്നെ കുറേ ഫോട്ടോസും വീഡിയോസും ഞങ്ങൾ ഇവിടെ നിന്ന് എടുത്തു കേട്ടോ. ഷെർലോക്ക് ഹോം കഥയുമായി ബന്ധപ്പെട്ട ഒരു പിക്ചർ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു ചെറിയ മ്യൂസിയവും ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ ഞങ്ങളവിടെ കയറിയില്ല. ഫ്യൂണിക്കുലർ ഫുള്ളായി കഴിഞ്ഞാൽ അടുത്തത് വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങളവിടെ കയറിയില്ല കേട്ടോ. അങ്ങനെ തിരിച്ചു പോരാൻ വേണ്ടി നമ്മൾ ഫ്യൂണിക്കുലറിൽ കയറിയിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ നിലവിലാരും കയറാത്ത കാരണം കൊണ്ട് തന്നെ നമുക്ക് ആപ്റ്റായ മിഡിലുള്ളൊരു സീറ്റ് കിട്ടി. അപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ കുറച്ചും കൂടിയും എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് മിഡിലിലെ സീറ്റ് എടുത്തത്.
അങ്ങനെ ആളുകൾ ഫുള്ളാവാൻ വേണ്ടിയിട്ടൊന്നും അവർ വെയിറ്റ് ചെയ്തില്ല കേട്ടോ. അവർ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റീപ്പായിട്ടുള്ള ഇറക്കാണ്. അതിൻ്റെ ഓപ്പറേറ്ററാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത്. അദ്ദേഹമാണ് ഇത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 2 ഫ്യൂണിക്കുലറാണ് സർവീസ് നടത്തുന്നത്. ഒന്ന് താഴോട്ട് പോകുമ്പോൾ ഒന്ന് മേലോട്ട് വരും. അപ്പോൾ 2 എണ്ണമാണ് നിലവിലുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു റെയിലേ കാണുള്ളൂ, പക്ഷേ അത് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വെച്ചിട്ട് തമ്മിൽ ക്രോസ് ചെയ്യും. അവിടെ മാത്രമാണ് ക്രോസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉള്ളത്. അപ്പോൾ നമുക്കത് കാണാം. തിരിച്ച് നമ്മൾ താഴോട്ട് ഇറങ്ങുമ്പോൾ മുകളിലോട്ട് വരുന്ന മറ്റേ ഫ്യൂണിക്കുലർക്ക് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ ഫ്യൂണിക്കുലറിൻ്റെ ക്രോസിങ് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാവുക. നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന ഫ്യൂണിക്കുലർ നമ്മളെ ക്രോസ് ചെയ്ത് പോകുന്നത്. അങ്ങനെ ഏകദേശം നമ്മൾ താഴെ എത്തി തുടങ്ങി കേട്ടോ. റേഷൻ ബാഗ് വെള്ളച്ചാട്ടവും അതിൻ്റെ കാഴ്ചകളും അതുപോലെ തന്നെ ഈ ഫ്യൂണിക്കുലർ ജേണിയും അവസാനിക്കാൻ പോവുകയാണ്. അപ്പം നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഫ്യൂണിക്കുലർ ജേണി. ഞാൻ ഇതുവരെ ഇത്തരത്തിലൊരു ഫ്യൂണിക്കുലറിൽ യാത്ര ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഫ്യൂണിക്കുലറിൻ്റെ ഓപ്പറേറ്റർക്ക് നമ്മളൊരു താങ്ക്സും പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അങ്ങനെ മീറിംഗനിലോട്ട് വന്നതിൻ്റെ എല്ലാ ലക്ഷ്യങ്ങളും നമ്മൾ പൂർത്തിയാക്കി. എല്ലാ കാഴ്ചകളും നമ്മൾ ഉദ്ദേശിച്ചെല്ലാം നമ്മൾ കണ്ടു. ഇനി തിരിച്ച് നമ്മൾ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ലുസേണിലാണ്. ലുസേൺ വഴിയാണ് നമ്മൾ വന്നത്. ലുസേൺ വഴി തന്നെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ലുസേൺ നഗരത്തിലൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഇതിന് മുന്നേ നമ്മൾ ലുസേണിൽ വന്നിട്ടുണ്ട്. ഒരു വർഷം മുൻപ് നമ്മൾ ലുസേണിൽ വന്നതാണ്. ലുസേണിലെ കാഴ്ചകളൊക്കെ കണ്ടതാണ്. പക്ഷേ എങ്കിലും ഇവിടുത്തെ ചാപ്പൽ ബ്രിഡ്ജ് എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. സോ ഒരിക്കൽ കൂടി ചാപ്പൽ ബ്രിഡ്ജ് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു ഈ വഴി പോകുന്നത് കൊണ്ട്. ഞങ്ങളിവിടെ ഇറങ്ങിയിട്ടോ. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല, ലഞ്ച് കഴിച്ചിട്ടില്ല. ഏകദേശം ഈവനിങ് ആയി. പക്ഷേ ലഞ്ച് ഞങ്ങൾ കഴിച്ചില്ല. ഞങ്ങൾ കുറച്ച് സ്നാക്സ് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ഇവിടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെ ഇന്ത്യക്കാർ ഒരുപാട് വരുന്നതാണ്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലുസേണിൽ ഒരുപാട് ഇന്ത്യക്കാർ നമുക്ക് കാണാം. ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് ഈ വഴി വന്ന് പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളുണ്ട്. സോ ഇവിടുത്തെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇവിടെ ഇറങ്ങി. പക്ഷേ ഇവിടുത്തെ അടുത്തുള്ള ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളെല്ലാം ക്ലോസ്ഡ് ആണ്. നമ്മൾ വന്ന ടൈം അത്ര നല്ല ടൈമല്ല. കാരണം ഉച്ചത്തെ അവർ ക്ലോസ് ചെയ്തു. ഇനി ഈവനിങ്ങിലാണ് അവർ ഓപ്പൺ ചെയ്യുള്ളൂ. എന്നിരുന്നാലും നമുക്ക് റെസ്റ്റോറൻറ്റ് കിട്ടി. ബസ്സൊക്കെ കയറി ഞങ്ങളവിടെ എത്തി. കയറിയിരുന്ന് ഭക്ഷണം കഴിച്ചു. വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നാലും ഇവിടുത്തെ റേറ്റ് നല്ല കത്തിയായിരുന്നു. അതിവിടുത്തെ എല്ലാ റെസ്റ്റോറൻറ്റുകളും അങ്ങനെ തന്നെയാണ് കേട്ടോ. തിരിച്ച് ലുസൺ ബാനോഫിൻ്റെ അവിടെ തന്നെ വന്നു. ഇവിടെ തന്നെയാണ് ചാപ്പൽ ബ്രിഡ്ജ് എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള സ്വിറ്റ്സർലാൻഡിലെ ബ്രിഡ്ജ് ഉള്ളത്. ഒരുപാട് ഫിലിംസിൻ്റെ ലൊക്കേഷനായിട്ട് ഈ ഒരു ബ്രിഡ്ജ് നമ്മൾ കണ്ടിട്ടുണ്ട്. എസ്പെഷ്യലി പാട്ടുകളുടെ ലൊക്കേഷനായിട്ട്. ഈ ലുസേണിലെ ബാനോഫിൻ്റെ ഫ്രണ്ട് സൈഡ് എന്ന് പറയുന്നത് എപ്പോഴും റഷാണ് കേട്ടോ. നമ്മളിതിന് മുന്നേ 2 വട്ടം വന്നിട്ടുണ്ട് ഇവിടെ. എപ്പോൾ വരുമ്പോഴും ഇവിടെ ഭയങ്കര തിരക്കാണ്. സൂറിക്കിനെക്കാട്ടും തിരക്കായിട്ട് ഇവിടെ എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ഈ മുന്നിൽ കാണുന്നത് റൂസ് റിവറാണ് കേട്ടോ. ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ ബോട്ട്സ് അവിടെ നിർത്തിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ടിക്കറ്റ് എടുത്തിട്ട് അതിൽ കയറാം. നമ്മളിപ്പോൾ അതിലൊന്നും പോകുന്നില്ല. നമ്മൾ ചാപ്പൽ ബ്രിഡ്ജ് കാണാൻ വേണ്ടി മാത്രമാണ് വന്നത്. ഈ റൂസ് റിവറിൻ്റെ കുറുകെ തന്നെയാണ് കേട്ടോ ചാപ്പൽ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ഈ നേരെ കാണുന്നതാണ് ചാപ്പൽ ബ്രിഡ്ജ്. ഇത് നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജാണ്.
ഇതിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. 1333 ഇത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അന്ന് ഇത് നിർമ്മിച്ചത് ലുസേൺ നഗരത്തിൻ്റെ സൈനിക പ്രതിരോധത്തിന് വേണ്ടിയിട്ടായിരുന്നു. പടിഞ്ഞാറ് നിന്ന് വരുന്ന ആക്രമണങ്ങളെ തടയാൻ വേണ്ടിയിട്ടാണ് ഈ പാലം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. പഴയ പട്ടണത്തെയും പുതിയ പട്ടണത്തെയും തമ്മിൽ റൂസ് നദിക്ക് അപ്പുറത്ത് നിന്ന് ബന്ധിപ്പിക്കുന്ന ഒരു പാതയായിട്ടാണ് അന്ന് ഇത് പണി കഴിപ്പിച്ചത്. ഇത് സെൻറ്റ് പീറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ചാപ്പലിൻ്റെ സമീപമായി സ്ഥിതി ചെയ്തുകൊണ്ടാണ് ഇതിന് ചാപ്പൽ ബ്രിഡ്ജ് എന്ന് പേര് വന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും എൻ്റെ ലൈഫിൽ രണ്ടാമത്തെ വട്ടം ഞാൻ ഈ പാലത്തിലൂടെ വീണ്ടും നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ മേൽക്കൂരയോട് ചേർന്ന് കുറേ ചിത്രങ്ങളുണ്ട് കേട്ടോ. ത്രികോണാകൃതിയിലുള്ള ഈ ചിത്രങ്ങൾ 17-ാം നൂറ്റാണ്ടിൽ വരച്ചതാണ്. ഹാൻസ് ഹെൻറിക് വാക്മൺ എന്ന ചിത്രകാരനും അദ്ദേഹത്തിൻ്റെ ടീമുമാണ് ഇത് വരച്ചതെന്നാണ് പറയപ്പെടുന്നത്. ലുസേൺ നഗരത്തിൻ്റെ ഒരു ചരിത്രമാണ് ഈ ഒരു ചിത്രങ്ങളിലൂടെ അവരിവിടെ പ്രതിപാദിക്കുന്നത്. ഈ പാലത്തിനൊരു ദുരന്ത കഥ കൂടിയുണ്ട്. 1993 ഓഗസ്റ്റ് 18 ഒരു സിഗരറ്റിൻ്റെ കുറ്റി മൂലം ഈ പാലത്തിന് തീ പിടിച്ചു. ഈ പാലം പൂർണ്ണമായും മരത്തിൽ പണി കഴിപ്പിച്ചൊരു പാലമാണ്. അതുകൊണ്ട് തന്നെ തീ പിടിക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ആരോ വലിച്ചെറിഞ്ഞ ഒരു സിഗരറ്റിൻ്റെ കുറ്റി കാരണം ഈ പാലത്തിന് തീ പിടിച്ചു. അങ്ങനെ ഈ പാലത്തിൻ്റെ വലിയൊരു ഭാഗവും നശിച്ചുപോയി. ഇവിടെ ഉണ്ടായിരുന്ന ചിത്രങ്ങളിൽ 2 ഭാഗവും നശിച്ചുപോയി. 100ഓളം ചിത്രങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ 30 മാത്രമേ ശേഷിക്കുന്നുള്ളൂ. പിന്നീട് 1994 പൊതുജനങ്ങളുടെയും സർക്കാരിൻ്റെയും സഹായത്തോടു കൂടി ഈ പാലം വീണ്ടും നിർമ്മിച്ച് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു നൽകി. ടോട്ടൽ നീളം ഏകദേശം 204 മീറ്ററാണ്. പൂർണ്ണമായും മരം കൊണ്ട് മാത്രമാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിലെ ഏറ്റവും പഴക്കമേറിയ മരത്താൽ നിർമ്മിച്ച പാലമാണ് ലുസേണിലെ ഈ ഒരു ചാപ്പൽ ബ്രിഡ്ജ്. നിങ്ങളിപ്പോൾ കാണുന്നത് ഓൾഡ് ടൗണിൻ്റെ ഭാഗമായ ഏരിയകളാണ്. നമ്മൾ ഈ ഒരു ചാപ്പൽ ബ്രിഡ്ജിലൂടെ സഞ്ചരിച്ച് നമ്മൾ അപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചകളാണ് നേരത്തെ നിങ്ങൾ കണ്ടത്. നമ്മളങ്ങോട്ട് എത്തുന്നേ ഉള്ളൂ, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് മെയിൻ പാലം. വണ്ടികളെല്ലാം പോകുന്ന പാലമാണ് നിങ്ങൾ ഓപ്പോസിറ്റ് സൈഡിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ചാപ്പൽ ബ്രിഡ്ജിൽ നിന്നിട്ടാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ബ്രിഡ്ജിന് ചുറ്റും പൂക്കളാൽ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ലുസേൺ നഗരം പോലെ തന്നെ ഈ ഒരു ചാപ്പൽ ബ്രിഡ്ജും എപ്പോഴും നല്ല ക്രൗഡഡ് ആണ്. അങ്ങനെ നമ്മൾ ബ്രിഡ്ജ് കടന്ന് അപ്പുറത്തെത്തിയിട്ടോ, ഓൾഡ് ടൗണിലോട്ട് എത്തി. ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു റിവറിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് ഒരുപാട് പേര് ഭക്ഷണം കഴിക്കുന്നുണ്ട്. നല്ല ക്രൗഡഡ് ആണ്. ഈ ഒരു ചാപ്പൽ ബ്രിഡ്ജിൻ്റെ കുറുകെ മറ്റൊരു ബ്രിഡ്ജ് കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ ആ റിവറിൻ്റെ സൈഡിൽ ഇരുന്നു കേട്ടോ. അപ്പോൾ ഈ റിവറിൽ ഒരുപാട് ഡക്സും സ്വാൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ അതിൻ്റെ തീരത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല കാറ്റുണ്ട്, നല്ല രസമാണ് കേട്ടോ അവിടെ ഇങ്ങനെ ഇരിക്കാൻ. നമ്മൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് റെസ്റ്റ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന മറ്റേ ബ്രിഡ്ജിലൂടെ നമ്മൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ബാനോഫ് സൈഡിലെത്തി. ലുസേണിനോട് യാത്ര പറഞ്ഞ് തിരിച്ചു പോകാൻ സമയമായി. ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്, കൂടെ ഈ യാത്രയിലെ വീഡിയോകളും. എന്നാൽ നമ്മുടെ യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല കേട്ടോ, ഇനിയും തുടരും. ഇത്തരത്തിലുള്ള യാത്രകളും സ്വിസ് വിശേഷങ്ങളും കൂടുതൽ കാണുവാനും അറിയുവാനും ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്തോളൂ. വീഡിയോകൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്സും കമൻസും എല്ലാം തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.